കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് ഓരോ സംസ്ഥാനത്തെയും പ്രത്യേകം പറഞ്ഞ് പരാമർശിച്ചുകൊണ്ട് ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. ഇന്ത്യ പോലത്തെ ഒരു വലിയൊരു രാജ്യത്ത് അത് അതുകൊണ്ട് തന്നെ അതിന്റെ ഈ പറഞ്ഞ പോലെ അനക്ഷേഴ്സ് നോക്കി കഴിയുമ്പോഴേ നമുക്ക് അതിന്റെ വളരെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഓരോ സ്റ്റേറ്റിനും എന്ത് അലോക്കേറ്റ് ചെയ്തു. പക്ഷേ ഇവിടെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയം കാണിച്ചു എന്നത് തർക്കമില്ലാത്തൊരു സംഗതി തന്നെയാണ്. അതായത് ധനകാര്യമന്ത്രി വന്നതുപോലും ബീഹാറിൽ നിന്ന് കൊടുത്ത സാരി ധരിച്ചുകൊണ്ടാണ്. അപ്പൊ ഇത് രാവിലെ മുതൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാള് ഇത് ലോക്സഭയിൽ കേന്ദ്ര ബഡ്ജറ്റാണോ അതോ ബീഹാർ അസംബ്ലിയിൽ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റാണോ എന്നൊരു സംശയം തോന്നിയാൽ ആരും കുറ്റം പറയാനൊന്നും പറ്റില്ല. അപ്പൊ ബീഹാർ എന്നുള്ളത് 100-300 തവണയോളം ബീഹാറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർക്ക് ഒരു ആശങ്ക വരുന്നത്. എന്തിനാണ് ബീഹാറിനെ മാത്രമായിട്ട് പറയുകയും കേരളത്തിനെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ, കേരളത്തിനൊന്നും തന്നിട്ടില്ലല്ലോ, അല്ലെങ്കിൽ തമിഴ്നാടിന് എന്തുണ്ട്, ഇതൊക്കെ ചോദിക്കാനുള്ള ഒരു കാരണം ഇതാണ്. ഓരോ സംസ്ഥാനത്തെയും പ്രത്യേകമായിട്ട് പരാമർശിക്കാൻ സാധ്യമല്ല. പക്ഷെ അതോടൊപ്പം തന്നെ എന്നാൽ എന്തുകൊണ്ടാണ് ഒരു പർട്ടിക്കുലർ സംസ്ഥാനത്തെ മാത്രമായിട്ട് പരാമർശിച്ചത് എന്ന ചോദ്യം വരുമ്പോഴാണ് ഇതിന്റെ പിന്നിലെ രാഷ്ട്രീയം. അതും വളരെ ഇതാണ്, വ്യക്തമായിട്ടാണ്. ഒരു ധനകാര്യമന്ത്രി ലോക്സഭയിലേക്ക് വരുന്നത് ബീഹാറിൽ നിന്ന് കൊടുത്ത സാരിയും ധരിച്ചു വരുന്നു, ബീഹാർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ മറ്റുള്ളവര് അവരെ കുറ്റം പറയുന്നതിൽ എന്താണ് തെറ്റ്? ഇത് തെറ്റൊന്നും കാണുന്നില്ല. പിന്നെ ഞാൻ വീണ്ടും പറയുകയാണ്, ഈ 12 ലക്ഷമാണ് നാളത്തെ വാർത്ത. നാളെ എല്ലാവരും എടുത്ത് കൊടുക്കാൻ പോകുന്ന ഒരു വാർത്ത 12 ലക്ഷം. ഈ 12 ലക്ഷം ഒന്നുമല്ലെന്നേ. ഞാൻ പറയട്ടെ, 2010 BJP നൽകിയ ഒരു മെമ്മോറാണ്ടം ഉണ്ട്. അന്ന് പ്രണബ് മുഖർജി ആയിരുന്നു ധനകാര്യമന്ത്രി. അന്ന് BJP നൽകിയ 2010 നൽകിയ മെമ്മോറാണ്ടത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? മിനിമം ആദായ നികുതിയുടെ പരിധി 3 ലക്ഷമാക്കണം എന്നാണ്. 2010 നമ്മൾ എവിടെയൊക്കെ നിൽക്കുന്നു? 2025 ഇപ്പോഴും ആദായ നികുതിയുടെ പരിധി എവിടെയാണ്? 4 ലക്ഷം. 12 ലക്ഷത്തിൽ 1 രൂപ കൂടി കഴിഞ്ഞാൽ നമ്മുടെ സ്ലാബ് മാറി. വീണ്ടും നമ്മൾ ഈ പഴയ ഓൾഡ് റെജിം എന്ന് പറഞ്ഞു. ഇപ്പൊ ഡയറക്ട് ടാക്സ് ഉണ്ടായ സമയത്ത് 850 പേജുള്ള ഡയറക്ട് ടാക്സ് 1961 ഇൻകം ടാക്സ് ആക്ട്. ഇന്ന് അമെന്റ്മെന്റ്സ് മാത്രം കൂട്ടിയാൽ ഈ 800 പേജ് കൊണ്ടുവരും. 4500-5000 അമെന്റ്മെന്റുകളാണ് വന്നിരിക്കുന്നത്. ഒരു കോടതിയിൽ പോയാൽ ജഡ്ജി പോലും മനസ്സിലാവില്ല എന്തൊക്കെ അമെന്റ്മെന്റ് കൊണ്ടുവന്നത് ഒരു കേസ് കൊണ്ടുപോയാൽ. ഇതാണ് ഇന്നത്തെ ഡയറക്ട് ടാക്സിന്റെ അവസ്ഥ. അതുകൊണ്ടാണ് ഈ ഡയറക്ട് ടാക്സ് ഇല്ലാതാക്കുന്നത് പറയുന്നത്. ഞാൻ വീണ്ടും പറയാം, ഡയറക്ട് ടാക്സ് എന്ന് ഇല്ലാതാക്കുന്നു അന്ന് മാത്രമേ ഇന്ത്യക്ക് പുരോഗതി ഉണ്ടാവുള്ളൂ. അല്ലാതെ ഈ 12 ലക്ഷം കൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഈ 12 ലക്ഷം വെറും ഐ വാഷ് ആണ്. ഇറ്റ് ഈസ് ജസ്റ്റ് ആൻ ഐ വാഷ്. ഈ 12 ലക്ഷം അല്ല വേണ്ടത്. ഇൻകം ടാക്സ് എന്നതും വെൽത്ത് ടാക്സ് എന്നതും സ്വത്ത് നികുതിയും ആദായ നികുതിയും എടുത്ത് കളയുക തന്നെ വേണം. എന്നാൽ മാത്രം മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ഇതാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്. ഞാൻ വീണ്ടും പറയുന്നത് തന്നെയാണ്.